അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെറ്റ് ബസ്സിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പാടുന്ന കാര്യങ്ങളല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ജെറ്റ് ബസ് ഓടിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ബസ്സിൽ ആദ്യം കിട്ടുന്ന ബസ്സിനെ ഈ നമ്മുടെ ജെറ്റ് ബസ്സാണല്ലോ, നമ്മൾ മോഡ് വെച്ചിട്ടല്ലോ ആദ്യം കളിക്കുക. അപ്പോൾ ജെറ്റ് ബസ് എല്ലാവരും ഓടിച്ചിട്ടുണ്ടാവും, എല്ലാ വഴി കൂടെ ഓടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ജെറ്റ് ബസ് നമ്മളെല്ലാ വഴി കൂടെ ഓടിക്കുന്നതുകൊണ്ട് തന്നെ ജെറ്റ് ബസ് എല്ലാവരും ഓഫ് റോഡിങ്ങിനും കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫ് റോഡിന് പോകുമ്പോൾ നമ്മൾ പതുക്കെ പോകാതിരിക്കുക ഓഫ് റോഡിൽ. കാരണം പെട്ടെന്ന് നമ്മുടെ ടയർ സ്പിന്നായി വണ്ടി അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥയിൽ നമ്മുടെ വണ്ടി നിൽക്കും. അതിപ്പോൾ എങ്ങനെ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടിയുടെ ഉയരം കുറവാണല്ലോ, അതായത് വണ്ടി അടി തട്ടാൻ ചാൻസ് കൂടുതലുള്ളൊരു ബസ്സാണ് ഈ ജെറ്റ് ബസ്. മറ്റുള്ള മോഡുകളെ അപേക്ഷിച്ച്, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ വണ്ടി നോക്കുകയാണെങ്കിൽ ജെറ്റ് ബസ്സിനൊക്കെ അത്യാവശ്യം നല്ല താഴ്ച ഉണ്ടാവും. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഗട്ടറൊക്കെ ചാടുമ്പോൾ നമ്മുടെ അടിയൊക്കെ അടിക്കുന്ന ഒരു സംഭവമില്ലേ. അപ്പോൾ നമ്മൾ ഓഫ് റോഡിങ്ങിന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അടി തട്ടിയിട്ട് അവിടെ കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഫ് റോഡിന് മുമ്പ് ജെറ്റ് ബസ് പരമാവധി ഉപയോഗിക്കാതിരിക്കാവും നല്ലത്. ചെറിയ ചെറിയ ഓഫ് റോഡൊന്നാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വലിയ ഓഫ് റോഡൊക്കെ ആണെങ്കിൽ ടയർ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നൊരു സംഭവം ജെറ്റ് ബസ്സിന് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ക്രെയിനൊക്കെ വിളിച്ച് രണ്ടാമത് ആ ഒരു കളി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ വലിയ റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വഴി കൂടെ തിരിക്കാൻ നോക്കും ബസ്. അതായത് നമ്മൾ യൂ ടേൺ എടുക്കണ പോലെ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ തന്നെ പോകാൻ നോക്കും. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ളൊരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നൊരു സംഭവമാണ്. അതായത് നമ്മുടെ രണ്ട് റോഡിൻ്റെ ഇടയ്ക്ക് രണ്ട് ഡിവൈഡറുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഡിവൈഡറോ അല്ല മതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ജെറ്റ് ബസ് നമുക്ക് ഉയരം കുറവാണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല താഴ്ചയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈഡറിൽ നമ്മുടെ ബോഡി കുടുങ്ങിയിട്ട് നമ്മുടെ ടയർ അവിടെ കിടന്ന് സ്പിന്നാവും. അപ്പോൾ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടയർ സ്പിന്നായിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ ഇത് മോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ മോഡിൽ അങ്ങനെയല്ല. മോഡിൽ ഇപ്പോൾ ടയർ സ്പിന്നായാലും, ഇപ്പോൾ 6 വീലുള്ള ബസ്സിനാണെങ്കിൽ ഫ്രണ്ട് വീലും കറങ്ങുന്ന ചില മോഡുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ബാക്ക് വീല് മാത്രം കറങ്ങുന്ന ഒരു വണ്ടിയാണെങ്കിൽ കൂടി ടയർ സ്പിന്നാവുന്നതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് വണ്ടി ഒന്ന് മൂവ് ആവുമെങ്കിലും ചെയ്യും. പക്ഷേ നമ്മുടെ ജെറ്റ് ബസ്സിൽ ആ ഒരു പരിപാടി നടക്കില്ല. ജെറ്റ് ബസ് അവിടെ നിന്ന് അനങ്ങില്ല. അത് നമുക്ക് ക്രെയിൻ വിളിച്ച് ഒരു പ്രശ്നമായിരിക്കും അത്. അപ്പോൾ നമ്മൾ യൂ ടേണൊക്കെ എടുക്കുമ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെറിയൊരു വഴിയാണ്, അവിടെ നമുക്ക് വണ്ടി തിരിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ഈ ഡിവൈഡറിന് അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ മതിലോ വല്ല മരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ, പല സ്ഥലത്തും പല കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും. പിന്നെ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മുടെ ബസ്സിലുണ്ട്. പിന്നെ നമ്മുടെ ജെറ്റ് ബസ്സിൽ അനുഭവപ്പെട്ട ഒരു സംഭവമാണ്, അതായത് നമ്മുടെ ന്യൂട്രടിക്കുക. അതായത് നമ്മളിപ്പോൾ ന്യൂട്രടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ, നമ്മളിപ്പോൾ ഒരു ഇറക്കത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ന്യൂട്രടിച്ച് പോകില്ലേ. അതായത് ഒരുപാട് ഡ്രൈവർമാർ നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്നത് കണ്ടിട്ട്, നമ്മൾ ഈ ഒരു ജെറ്റ് ബസ്സിൽ നമ്മൾ ന്യൂട്രലിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഡേഞ്ചറായൊരു പരിപാടിയാണ്. കാരണം നമ്മൾ അങ്ങനെ ന്യൂട്രൽ അടിച്ചവർക്കറിയാം, എപ്പോഴെങ്കിലും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം ഈ ജെറ്റ് ബസ്സിൻ്റെയൊക്കെ ബ്രേക്കിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോഴത്തെ മോഡുകളും അതുപോലെ നമ്മൾ മോഡുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം പവർ കൂട്ടിയിട്ടാവും നമ്മുടെ ബ്രേക്കിനൊക്കെ കൊടുക്കുക. പക്ഷേ ഈ ജെറ്റ് ബസ്സിൻ്റെ കാര്യത്തിൽ ബ്രേക്ക് എല്ലാ വണ്ടിക്കും അതായത് അവർ കൊടുത്തിരിക്കുന്ന എല്ലാ വണ്ടിക്കും ഈ ഒരു ബ്രേക്ക് കുറവായിരിക്കും. അപ്പോൾ ന്യൂട്രൽ അടിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു തവണ കൺട്രോൾ തെറ്റിയിട്ട് എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ഇറക്കത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ പാടാണ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ ഒരു പണി പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ന്യൂട്രലിടുകയാവും നല്ലത്. നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗിയറിലിട്ട് പോകുമായിരിക്കും നല്ലത്. ഇറക്കുന്ന സമയത്ത് ലോ ഗിയറിലിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് പറ്റണ ഒരു അബദ്ധമാണ് നമ്മുടെ ജെറ്റ് ബസ്സിൽ, നമ്മൾ നല്ല സ്പീഡ് പോകും, പെട്ടെന്ന് ഫ്രണ്ടിലൊരു വണ്ടിയോ അല്ലെങ്കിൽ നമുക്കൊന്ന് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടാതെ ആദ്യം പോയി ഹാൻഡ് ബ്രേക്ക് അങ്ങിടും. ഏറ്റവും വലിയ മണ്ടത്തരമാണ് നമ്മൾ ജെറ്റ് ബസ്സിൽ ചെയ്യുന്നത്. മറ്റ് മോഡുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അതായത് നമ്മൾ ഏത് വണ്ടിയാണോ ആ ഒരു വണ്ടിയിലുള്ള ഫുള്ള് ടയർ നിൽക്കും. പക്ഷേ ജെറ്റ് ബസ്സിലെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരു 2 ടയർ, ബാക്കിലെ 2 ടയർ മാത്രമേ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ, നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട്
ബാക്കിലെ ടയർ മാത്രം നിൽക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി സ്കിഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് സ്കിഡായി എവിടെയെങ്കിലും മതിൽ പോയി ഇടിക്കും. നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ഡാമേജ് സിസ്റ്റം വന്നതുകൊണ്ട് തന്നെ മോഡിനെക്കാട്ടിലും കൂടുതൽ ഡാമേജ് ആയി പോകുന്ന നമ്മുടെ ജെറ്റ് ബസ്സാണ്. വലിയൊരു അടി തട്ടിയ പോലെ ആയിരിക്കും നമ്മളൊരു ജെറ്റ് ബസ്സിൻ്റെ ഒരു ഇത് വരിക. പക്ഷേ മോഡിൽ അങ്ങനെ ഒരു സംഭവമേ നമുക്കറിയില്ല. നമ്മളൊരു 90% നമ്മുടെ ബസ്സിൻ്റെ ലൈഫായാൽ കൂടി നമ്മുടെ മോഡുകളിലൊക്കെ ആണെങ്കിൽ അതൊന്നും അറിയേയില്ല. പക്ഷേ നമ്മുടെ ജെറ്റ് ബസ്സിലാണെങ്കിൽ വലിയൊരു അടി തട്ടിയ പോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ, അതായത് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഞെക്കിയിട്ടാണ് നമ്മൾ വണ്ടി നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആക്സിഡൻ്റ് ആവും. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ചിലവ്, നമ്മുടെ വണ്ടി ശരിയാക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് നമ്മൾ നോർമൽ ബ്രേക്കിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രേക്ക് പവർ കുറവാണെന്നുള്ളത്. അപ്പോൾ ബ്രേക്ക് പവർ കൂട്ടാനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ബ്രേക്ക് വണ്ടി നിൽക്കുന്ന വരെ ഒറ്റ ടച്ച് ചെയ്യരുത്. നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. നമ്മൾ ഒന്ന് ആദ്യം ബ്രേക്ക് ചവിട്ടുക, അത് കഴിഞ്ഞിട്ട് വിടുക, പിന്നെ ബ്രേക്ക് ചവിട്ടുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു ബ്രേക്ക് പമ്പ് ചെയ്യുന്ന പോലെ നമ്മൾ ശരിക്കുള്ള വണ്ടിയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ വണ്ടി പെട്ടെന്ന് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കരുത് വണ്ടി നിർത്താനായിട്ട്. ഹാൻഡ് ബ്രേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്നൊരു സംഭവം കൂടിയാണത്. അപ്പോൾ വണ്ടി ഉരുളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത്. അല്ലാതെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റണ്ണിങ്ങിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇനി ലാസ്റ്റത്തെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ലാസ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അറിയണതിന് മുന്നേ നിങ്ങളൊന്ന് ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ലാസ്റ്റത്തെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് നമ്മുടെ വളവൊക്കെ വീശുമ്പോൾ ഉള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ വലിയ വളവൊക്കെ വീശും. അപ്പോൾ ഈ വളവൊക്കെ വീശുന്ന സമയത്ത് നമ്മൾ ജെറ്റ് ബസ്സാണ് നമ്മുടെ കയ്യിലെങ്കിൽ സ്കിഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പകരം നമ്മൾ മോഡൊക്കെ ആണെങ്കിൽ നമ്മൾ അത്ര പെട്ടെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ മോഡ് സ്കിഡാവില്ല എന്നല്ല, നമ്മൾ വലിയ വളവ് നല്ല സ്പീഡിൽ ഇതാക്കുകയാണെങ്കിൽ ഏതൊരു വണ്ടിയും നമ്മുടെ കൺട്രോൾ തെറ്റിപ്പോവും. അപ്പോൾ പരമാവധി സ്പീഡ് കുറയ്ക്കുക. പക്ഷേ അധികമായിട്ട് നമുക്ക് ഈ ഒരു സ്കിഡായി പോകുന്നത് നമുക്ക് അറിഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജെറ്റ് ബസ്സിലാണ്. ജെറ്റ് ബസ് എല്ലാ ബസ്സുകളിലും നമുക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അതും ആക്സിഡൻ്റ് ആവാനുള്ളൊരു ചാൻസാണത്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. പരമാവധി നമ്മുടെ വണ്ടി സ്ലോ ആക്കിയിട്ട് ഒരു 4th ഗിയറിൽ മാക്സിമം വണ്ടി വളയ്ക്കാനായിട്ട് നോക്കുക. അത്യാവശ്യം സ്ലോ ചെയ്ത് വേണം നമ്മൾ വണ്ടി വളയ്ക്കാനായിട്ട്, ഏതൊരു വണ്ടി ആയാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ പറ്റിയുള്ള ജെറ്റ് ബസ്സിലെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.